പാസ്റ്റർ എം ടി തോമസ് നിത്യതയിൽ പ്രവേശിച്ചു. താഴ്മയും വിനയവും അതിലപ്പുറം കനശാലിത്വവും നിറഞ്ഞതായിരുന്നു പാസ്റ്റർ എം ടി തോമസിൻ്റെ ജീവിതം. ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭാ ആസ്ഥാനത്ത് 2026 മെയ് 8 വെള്ളിയാഴ്ച രാത്രി 9:30 അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടത്. വേർപാടിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതത്തിനുടമയായിരുന്നു പാസ്റ്റർ എം ടി തോമസ്. അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്ന ലളിതമായ വചന സന്ദേശം കേൾവിക്കാരുടെ ഉള്ളിലേക്ക് ശക്തിയായി എത്തുമ്പോൾ ഏത് കഠിനഹൃദയനും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നിരണം മേൽപ്പാടം പ്ലാന്തറ തോട്ടുമാലിൽ കുടുംബാംഗവും തൃശ്ശൂർ ആൽപ്പാറ തോട്ടുമാലിൽ പരേതനായ തോമസ് വർഗീസ് മറിയാമ്മ ദമ്പതികളുടെ മകനുമായിരുന്നു. സംസ്കാരം 2026 മെയ് 13 ബുധൻ രാവിലെ 10 ചെന്നൈ ഇരുമ്പല്ലിയൂർ സഭാ ആസ്ഥാനത്തെ ശുശ്രൂഷകൾക്ക് ശേഷം സഭാ സെമിത്തേരിയിൽ നടത്തപ്പെടുന്നതാണ്. എം ടി അപ്പച്ചൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എം ടി തോമസ് 1973 മുതൽ TPM ശുശ്രൂഷയിലായിരുന്നു. 53 വർഷങ്ങൾ കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മലേഷ്യയിലും സഭയുടെ ശുശ്രൂഷകനായിരുന്നു. 2018 മുതൽ TPM ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി പ്രവർത്തിച്ചു വരുന്നു. TPM വഡോദര സെൻട്രൽ അസിസ്റ്റൻ്റ് പാസ്റ്ററായ പാസ്റ്റർ എം ടി ജോർജ് സഹോദരനാണ്. കോയമ്പത്തൂരിൽ സഭയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരാൾ പാസ്റ്റർ എം ടി തോമസിനെ ആക്രമിച്ചിരുന്നു. തലയ്ക്കു പരിക്കേറ്റുവെങ്കിലും ശാരീരികമായി വലിയ പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം അന്ന് സുഖം പ്രാപിച്ചിരുന്നു. പാസ്റ്റർ എം ടി തോമസിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. TPMലെ ഒട്ടുമിക്ക സുവിശേഷകരുടെ പേരും അവരുടെ പശ്ചാത്തലവും അദ്ദേഹം ഞൊടി നേരത്തിനുള്ളിൽ ഓർത്തെടുക്കും എന്നതാണ്. മലയാളം അറിയാമായിരുന്നിട്ടും അദ്ദേഹം തമിഴ് സഹോദരങ്ങളോട് ഐക്യപ്പെട്ട് തമിഴ് കലർന്ന മലയാളമായിരുന്നു സംസാരിച്ചിരുന്നത്. പാസ്റ്റർ എം ടി തോമസിൻ്റെ പ്രസംഗങ്ങളെല്ലാം വചനപാണ്ഡിത്യം നിറഞ്ഞതായിരുന്നു. ദൈവത്തോടും സഭയോടും അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പാസ്റ്റർ എം ടി തോമസ്.